മിക്കുമോനെ, മിക്കിയേ, മിക്കി കിടക്കുന്നതുണ്ടോ? ഇപ്പം ഉച്ചയിറക്കം കഴിഞ്ഞിട്ട് വന്നിരിക്കുക. കൂട്ടി കിടക്കണ്ട. കണ്ട എടാ കള്ള, എടാ കള്ള, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാം ഇങ്ങോട്ട് കൊണ്ട് തന്നാൽ മതിയോ? താഴോട്ടൊന്ന് ഇറങ്ങിക്കേ. ഇങ്ങനെ തണുപ്പും പറ്റി മേളിലിങ്ങനെ കിടന്നാൽ മതി. താഴോട്ട് ഇപ്പം ഈ ചൂട് അവനങ്ങോട്ട് സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടല്ലയോ. മഴയാണെങ്കിൽ നല്ല മഴയും, ചൂടാണെങ്കിൽ അതുപോലെ സഹിക്കാൻ വയ്യാത്ത ചൂടും. എന്നാൽ ഇവൻ്റെ കൂടിനകത്തോട്ട് ചൂടൊന്നും ചെല്ലത്തില്ല. എല്ലാം കർട്ടനുമൊക്കെ കെട്ടി എല്ലാം ഭദ്രമാക്കിയിട്ടുണ്ട്. എന്നാലും പുള്ളിക്ക് ഇതാ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആ ചൂട് പറ്റാത്തതായിരിക്കും. ചക്കരമോനെ, ചക്കരമോനെ, ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മയുടെ മുത്തേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് മുത്തേ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കിക്കേ. വാ, അമ്മ മുടിയൊക്കെ ചീകണം. ഇങ്ങോട്ട് നോക്ക്, മുടിയൊക്കെ ചീകണം, പൗഡറുമൊക്കെ ഇടണം. ഇങ്ങോട്ട് നോക്കിക്കേ. ഓ വാ വാ, അമ്പറ്റേ തൊഴുന്നൊക്കെ പിന്നെ 5 മണിയാകുമ്പോഴേ അമ്പറ്റേ തൊഴണോ? ഇങ്ങോട്ട് നോക്ക്. വാ, വരുന്നില്ല, മടിയനാ കണ്ടോ. ഇനിയിപ്പം ഞാൻ എടുത്തോണ്ട് ഇറങ്ങണം. അവേ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് ഞാൻ വായിച്ചു, ഇവൻ്റെ ദേഹത്ത് ചെള്ള് നോക്കണേന്ന്. എല്ലാ ദിവസവും ഞാൻ 10 മിനിറ്റോളം ഇവൻ്റെ മുടി നന്നായിട്ട് ചീകി എല്ലാം ശ്രദ്ധിച്ച് നോക്കും. ഇവർക്കുണ്ടല്ലോ 2 തരം ചെള്ളുകളുണ്ട്. ഒന്ന് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓടി നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനെ പോകുന്നത് ഒരു തരം. പിന്നെ വേറൊന്ന് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പറ്റിയിരിക്കുന്നത് പോലെ ഈ ചെവിയിലുമൊക്കെ കടിച്ച് പറ്റിയിരിക്കും. അതാ കൂടുതൽ അപകടകാരി. അതിങ്ങനെ പറ്റിയിരുന്നാൽ നമ്മൾ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് അത് അതിൻ്റെ ബ്ലഡ് കുടിച്ച് അങ്ങ് വീർക്കും. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ട്, അങ്ങനെ ഒരിക്കലേ ഇവൻ്റെ ദേഹത്ത് അങ്ങനെ അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിനെ എടുക്കുമ്പോൾ അത്രയും ഭാഗത്ത് തൊലിയും കൂടെ അങ്ങ് പോകും. അത് കണ്ടതിന് ശേഷം പിന്നെ നല്ലപോലെ ശ്രദ്ധിക്കും. അപ്പോൾ ഇവനെ കുത്തിവെപ്പിക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനെ നമ്മളിങ്ങനെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ശരിക്കും കൊല്ലുമല്ല, അതിൻ്റെ ബ്ലഡിൽ നിന്ന് തന്നെ ഒരുപാട് അതേപോലത്തെ ജീവികൾ പിന്നെയും ഉണ്ടാകും. അപ്പോൾ അതിനെ കത്തിച്ച് തന്നെ കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളതിനെ ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു ജീവി ഇങ്ങനെ ചെറിയൊരു വണ്ട് പോലെ ഇരിക്കും. കണ്ടാൽ ആദ്യം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലെ ഇരിക്കുന്നത്, പതിയെ അത് വീർക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് അതിനെ കിട്ടിയാൽ ഉടനെ തീപ്പെട്ടി വെച്ചതിനെ പേപ്പറിനകത്ത് വെച്ചങ്ങ് തീപ്പെട്ടി വെച്ച് കത്തിച്ചങ്ങ് കളയും. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ എത്ര ചെയ്യാലും എവിടുന്നെങ്കിലും ഒരു ചെള്ള് വന്ന് കയറും. ഈ ഇല ചെടികൾക്കിടയിലൊക്കെ പോകുമല്ലോ, പഴയ തടി, അവിടേക്ക് ഇവൻ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാൻ പോകുമ്പം അവിടുന്ന് അതിന് അത് ദേഹത്ത് കയറും. എന്നാലും എന്നും ഞാൻ നോക്കും. ഈ മുടിക്കകത്തിരുന്ന് നമ്മൾ അറിയത്തില്ലല്ലോ. പിന്നെ ഒരെണ്ണം ഉണ്ടായാലും ഈ ചൊറിയും. അവൻ ചൊറിയുന്ന കാണുമ്പോൾ നമുക്കറിയാം ദേഹത്ത് കയറിയിട്ടുണ്ടെന്ന്. എന്നും നോക്കും. അല്ലെങ്കിൽ ഇവരുടെ രോമമൊക്കെ അങ്ങ് പോകത്തില്ലയോ, സൗന്ദര്യമൊക്കെ അങ്ങ് പോകത്തില്ലയോ. നോക്കിക്കേ, മിക്കിക്കുട്ടൻ്റെ സൗന്ദര്യമൊക്കെ പോകത്തില്ലയോ. മിക്കിക്കുട്ടനെ നല്ല ഇതുപോലത്തെ കുട്ടന്മാരുടെയൊക്കെ ഇവിടെ നോക്കിക്കേ. വാവിച്ചേ, അമ്മടെ വാവിച്ചേ, ഇതാക്കട മോനെ, വാടാ, ഇവിടെ കള്ള വാടാ. ഇവിടെ നിന്നാൽ റോഡ് വരെ കാണാം. അപ്പോൾ എല്ലാം അറിയുകയും ചെയ്യാം, ഇവിടെ കിടക്കുകയും ചെയ്യാം. വാ, ഓടി വാ, ഞാൻ എടുത്തോണ്ട് ഇറങ്ങട്ടെ.